ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ സാധാരണ വന്ന് നിങ്ങളോട് സംസാരിക്കാറുള്ളത് ആൻറ്റിക്ക് ഇത്രയും പ്രായമായപ്പോൾ ആൻറ്റിക്കുണ്ടായ പല ജീവിതാനുഭവങ്ങളും അതിൽ നിന്ന് ആൻറ്റി പഠിച്ച പാഠങ്ങളും നിങ്ങൾക്കും പങ്കുവയ്ക്കാറാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഈ ജീവിതം ജീവിക്കാൻ മറക്കല്ലേ, അതുപോലെ തന്നെ ഈ കൊച്ചു ജീവിതം നശിപ്പിച്ച് കളയല്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാറ്. പിന്നെ ഇലക്ഷൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഇപ്പം തന്നെ ലോക്സഭ ഇലക്ഷൻ്റെ സമയമായപ്പോൾ ആൻറ്റി നിങ്ങളോട് വന്ന് സംസാരിച്ചു. ആൻറ്റിക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും 2020 എന്നുള്ള ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 കിഴക്കമ്പലത്ത് വരുത്തിയിട്ടുള്ള ആ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് സ്വാർത്ഥതയില്ലാതെ അവരുടെ ജീവിതത്തെ സഹായിച്ച, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആ സന്തോഷം കൊണ്ട് തന്നെ ഞാൻ 2020 സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, നല്ലൊരു വ്യക്തിയാണ്, മറ്റുള്ളവരുടെ വിഷമത്തിൽ മനസ്സലിവ് തോന്നുന്ന നല്ലൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി. മാത്രമല്ല നമ്മുടെ കേന്ദ്രമായിട്ട് ഉള്ള കണക്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് അത് വലിയൊരു സഹായമായിരിക്കും എന്നോർത്തിട്ട് തന്നെ രാഷ്ട്രീയം നോക്കാതെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ആ വീഡിയോ വാച്ച് ചെയ്തു. ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തില്ല, ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് 25 ലക്ഷം ആളുകളാണ് ആ വീഡിയോ വാച്ച് ചെയ്തെന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കില്ല സുരേഷ് ഗോപിക്കോ 2020 ആരും വോട്ട് ചെയ്ത്, പക്ഷേ ഇത്രയും 25 ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി ജയിച്ചു, ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരാൾ ജയിച്ചെന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടാറുള്ളതാണ് ആൻറ്റി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണം എന്ന് അല്ലേ. എനിക്കതിന് പലപ്പോഴും പറ്റാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ അമേരിക്കയിൽ നമുക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ഒന്നും വലിയ സഹായം കിട്ടുന്ന ഒരു രാജ്യമല്ല ഇത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കളായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അവരുടെ പേരൻസുമായിട്ടുള്ള ആ വിലപ്പെട്ട ആ ക്വാളിറ്റി ടൈം ഈ വീഡിയോ എടുത്ത് നശിപ്പിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അവർക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇനി അടുത്ത ഒരു 10 വീഡിയോസ്, എനിക്കറിയില്ല എത്ര വീഡിയോസാന്ന്, നിങ്ങളെ സ്ഥലങ്ങൾ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഗ്രീസിന് പോയിക്കുകയായിരുന്നു. ഒരു 20 ഡേയ്സ് ടൂറായിരുന്നു അത്. അപ്പോൾ ഇത്രയും ദിവസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കളൊന്നും നമ്മുടെ കൂടെ വരാൻ പറ്റിയില്ല. അവർക്ക് ജോലി സ്ഥലത്ത് നിന്നും 20 ഡേയ്സ് ഒന്നും അകന്ന് നിൽക്കാനൊക്കില്ലല്ലോ. അപ്പോൾ ആൻറ്റി ഈ ഗ്രീസിൽ പല സിറ്റികളിലും പോയി, അതുപോലെ തന്നെ ക്രൂസ് ഷിപ്പിൽ പോയിട്ട് പല ഗ്രീസിലെ ഐലൻഡ്സ്, സാന്റോറിനി, അതുപോലെ തന്നെ മീക്കണോസ്, ആ ഐലൻഡ്സുകളിലൊക്കെ മനോഹരമായ ഐലൻഡ്സിലൊക്കെ പോയി, അതുപോലെ ടർക്കിയിൽ പോയി. അപ്പോൾ ആ ക്രൂസ് ഷിപ്പിനകവും ഇതെല്ലാം നിങ്ങളെ ആൻറ്റി കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത ഒരു 10 വീഡിയോസിലായിട്ട്. പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഇടുന്ന വീഡിയോ പോലെയൊന്നും നല്ല വീഡിയോസ് ഒന്നും ആയിരിക്കില്ല. എന്താന്ന് വെച്ചാൽ അതൊക്കെ ഒരു പ്രസ്ഥാനമാണ് അല്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മുടെ ഫോണിൽ പിടിച്ച കുറച്ച് വീഡിയോ ക്ലിപ്സ്, കുറച്ച് പിക്ചേഴ്സ്, അതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇഷ്ടമായെന്ന് വരാം. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി പേഴ്സണലാണ് അല്ലേ. നിങ്ങളുടെ ആൻറ്റി എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ചുകൂടി താല്പര്യം കാണും. പിന്നെ ആ വീഡിയോയിലെല്ലാം നമ്മൾ ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേയും കൂടി പേഴ്സണൽ ആണല്ലോ. പക്ഷേ നമ്മൾ പോയത് ഒരു വലിയ ടൂർ കമ്പനിയുടെ കൂടെയാണ്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് പോകാൻ പറ്റിയ വലിയൊരു ടൂർ കമ്പനിയുടെ കൂടെയാണ്. നമ്മൾ പലപ്പോഴും പല ടൂറും അവരുടെ കൂടെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരും. നല്ല ഹോട്ടൽസിലൊക്കെ ആയിരിക്കും അക്കോമഡേഷൻ തരുന്നത്. നമ്മളെ അത്രയ്ക്കും സ്ട്രെസ് ഇല്ലാതെ അവർ കൊണ്ടു നടക്കും, റെസ്പോൺസിബിലിറ്റിയോട് കൂടി കൊണ്ടു നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ, നമ്മൾ അറിയുന്നവരല്ല മറ്റുള്ളവരൊന്നും, പോകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സിറ്റി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആത്തൻസിലൊക്കെ ചെന്നപ്പോൾ നമുക്ക് 5 ദിവസം ഇവിടെ തങ്ങിയ പലതും കാണാനുണ്ടല്ലോ. നമ്മൾ പലതും കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി തീരുമാനിക്കുന്ന, അവർ കൊണ്ടുപോകുന്ന 2 ദിവസം കൊണ്ട് നമ്മളെ കാണിക്കുന്ന സ്ഥലമാണ് ആ സിറ്റിയിൽ കാണിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഉടനെ നമ്മളെ മറ്റൊരു സിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അവിടെ 2
മണിക്കൂർ കൂടി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. അവർ ചിലപ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് ആയിരിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരുടെ പുറേ ഓടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പിക്ചേഴ്സ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും സമയം കിട്ടി എന്ന് വരില്ല. അതുപോലെ തന്നെ ഞാനും ഹസ്ബൻഡുമായിട്ടാണ് ഇപ്പോൾ പോയതെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു പോയ സമയത്ത്. കാരണം ഇതുപോലെ തന്നെ ഹസ്ബൻഡിനും അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലാവും എൻ്റെ ശ്രദ്ധ. അപ്പോൾ പുള്ളിക്ക് ഒട്ടും അറ്റൻഷൻ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വെക്കേഷൻ എന്നുള്ളതാണ്, നമ്മുടെ ശ്രദ്ധ അതിലായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് റീൽസ് എടുക്കാം, എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് എടുക്കാം എന്നൊക്കെ ഓർത്താണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ എത്തി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയുകയാണ്, നമ്മൾ ഇത്രയ്ക്കും നല്ല ഒരു സ്ഥലത്താണല്ലോ വന്നിട്ടുള്ളത്, ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസമൊന്നും അധികമൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, നമ്മളങ്ങനെ ഓർത്തില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാനിപ്പോൾ വീട്ടിലെത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു 10 വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അത്രമാത്രം വീഡിയോസും പിക്ചേഴ്സും നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ എത്ര വീഡിയോസ് ഉണ്ടെന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. മിക്കവാറും ഒരു 10 എപ്പിസോഡായിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. അത് മിക്കവാറും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഒരു സാറ്റർഡേ മോർണിംഗിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും. എല്ലാ സാറ്റർഡേയും പോസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല, എഡിറ്റ് ചെയ്ത് കഴിയുന്നതനുസരിച്ച്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡിലിരുന്ന് അത് കാണാം, എൻജോയ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൽ പല ഉദ്ദേശങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പലർക്കും അല്ലേ ഈ നാടുകളിലൊന്നും പോയി കാണാൻ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല. എനിക്ക് തന്നെയാണെങ്കിലും വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് ഇപ്പോൾ ഈ ഗ്രീസിലൊക്കെ പോകാമെന്ന് വെച്ചാൽ. അതുമാത്രമല്ല, പലരും ഇപ്പോൾ ജെറുസലേമിൽ പോകുന്നുണ്ട്, ദുബായ് കാണാൻ പോകുന്നുണ്ട്, അമേരിക്കയിൽ വരുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഗ്രീസിൽ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ വളരെ നമ്മൾ വിചാരിക്കാത്ത അത്രമാത്രം അവിടെ അവരുടെ ആ സിവിലൈസേഷൻ, ഗ്രീക്ക് മെത്തോളജിയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ബിൽഡിങ്സും അതൊക്കെ ഒരുപാട് നമുക്ക് അതിശയം തോന്നുന്നത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തവരെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ അവസരം കിട്ടിയപ്പോൾ പലർക്കും ഈ 20 ദിവസം ഒന്നും ടൂർ പോകാനുള്ള അവസരം കിട്ടില്ലല്ലോ. അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കറിയാം നമ്മുടെ പല സ്കൂളുകളിൽ എൻ്റെ വീഡിയോസ് കുട്ടികളെ കാണിക്കാറുണ്ടെന്നും, അതുപോലെ തന്നെ പല അമ്മമാരെനിക്ക് കമൻസിൽ എഴുതാറുണ്ട്, പലപ്പോഴും എൻ്റെ വീഡിയോസ് കുട്ടികളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ കുട്ടികളെയൊക്കെ പല രാജ്യം കാണിച്ചു കൊടുക്കുക. അതുപോലെ എന്താണ് ആ ഗ്രീക്ക് സിവിലൈസേഷൻ എന്ന് അല്ലേ, എല്ലാ നാടുകൾക്കും അതിൻ്റെതായ ആ സിവിലൈസേഷൻ ഉണ്ട്. അത് പല പീരീഡുകളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഗ്രീക്ക് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്ന് പറയുമ്പോൾ BC ഒരു 800-ലൊക്കെ തുടങ്ങിയതാണ് അവരുടെ ആ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പല പീരീഡുകളായിട്ടാണ്. ഇപ്പം ആർക്കിയേക്ക് എന്നുള്ള ഒരു പീരീഡുണ്ട്. അത് തുടങ്ങിയ സമയത്ത് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാണ് ഈ ഒളിമ്പിക്സ് തുടങ്ങിയത്. ഗ്രീസിലാണ് ആദ്യമായിട്ട് BC 776-ലാണ് തുടങ്ങിയത്. BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് ആണ് അല്ലേ. 776-ൽ തുടങ്ങിയതാണ് ഈ ഒളിമ്പിക്സ് എന്ന് ഓർക്കണം. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ നമ്മൾ പോകുന്നുണ്ട്. ഇത്രയും വർഷം 2500 വർഷം മുമ്പുള്ള ആ സ്റ്റേഡിയം കാണാൻ നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മോഡേൺ ഒളിമ്പിക്സ് അത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 150 വർഷമായുള്ളൂ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്ത് ഉള്ള ഒളിമ്പിക്സ്. ആ സ്റ്റേഡിയത്തിൽ നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നത്തെ ഒരു സിവിലൈസേഷൻ്റെ അടുത്ത പീരീഡ് എന്ന് പറയുന്നതാണ് ക്ലാസിക് എന്നുള്ള ഒരു പീരീഡ് ഉണ്ട്. അന്നാണ് സോക്രട്ടീസ്, അതുപോലെ അരിസ്റ്റോട്ടിൽ എന്നൊക്കെയുള്ള ആ ഫിലോസഫേഴ്സ് ജീവിച്ചിരുന്ന കാലം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റ് ജീവിച്ചിരുന്ന കാലഘട്ടമാണത്. അപ്പോൾ നമുക്കറിയാം അലക്സാണ്ടർ എത്ര അല്ലേ പവർഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് അവർക്കൊരു ഇരുളടഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ഹെലനോസ്റ്റിക് എന്നോ മറ്റാണ് ആ കാലഘട്ടത്തിന് പറയുന്നത്. അത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒക്കെ മരിച്ചതിന് ശേഷം റോം കൈയടക്കുകയാണ് ഈ ഗ്രീസ്. അപ്പോൾ നമുക്കറിയാം മറ്റൊരു രാജ്യം ഒരു രാജ്യത്തെ കൈയടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അല്ലേ അവരുടെ ആ എല്ലാ ആരാധനാലയങ്ങളും അവരുടെ എല്ലാ ബിംബങ്ങളും സ്റ്റാച്ചുകളെല്ലാം അടിച്ചുടച്ച് കളയും.
അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഈ ഹെലനാസ്റ്റിക് ടൈം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എത്രയോ ടർക്കിയുടെ കയ്യിലായിരുന്നു ഒരുപാട് കാലം ഗ്രീസ്. അതുപോലെ തന്നെ വെനീഷ്യൻസ് കൈയടക്കിയ കാലമുണ്ട്. അതിനെല്ലാം ഇടയിൽ പല എർത്ത്ക്വേക്ക് ഉണ്ടായിട്ടുണ്ട്. പല തീപിടുത്തങ്ങളും എർത്ത്ക്വേക്കും. ഇതിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇന്നും അവരുടെ ആ സിവിലൈസേഷൻ പിടിച്ചു നിർത്തി മറ്റുള്ള രാജ്യക്കാരെയൊക്കെ അവിടെ വരുത്തി അവരുടെ ടൂറിസം അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ കുട്ടികൾ ഇത് ഞാൻ പറയുമ്പോൾ ചിന്തിക്കും, നമ്മുടെ ഇന്ത്യക്കും ഇല്ലേ ഒരു സിവിലൈസേഷൻ? തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ 2500 വർഷം പഴക്കമുള്ള സിവിലൈസേഷൻ ആണെങ്കിൽ നമ്മുടെ ഹിന്ദു സിവിലൈസേഷന് 5000 വർഷം പഴക്കമുണ്ട് എന്ന് മാത്രമല്ല അത്രയ്ക്കും റിച്ച് ആയിട്ടുള്ള ഒരു സംസ്കാരമുള്ളവരാണ് നമ്മൾ. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന സാരി അല്ല കേട്ടോ, സാരിയൊക്കെ ഉടുക്കാനുള്ള മടി കൊണ്ട് തന്നെയാണ്. ഇത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 1 ഷോൾഡർ ഡ്രസ്സാണ്. ഇവിടെ ഇങ്ങനെ ബെൽറ്റിൻ്റെ മാതിരിയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഷാളും എടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളീസ് മോശം കമൻസ് ഒക്കെ എഴുതാൻ നല്ല മിടുക്കരാണല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് അങ്ങനെ അധികം മോശം കമൻസ് ഒന്നും നിങ്ങൾ എഴുതാറില്ല കേട്ടോ. അതിൽ എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത്ഭുതമുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയം പോലും സംസാരിച്ചിട്ട് നിങ്ങൾ മോശം കമൻസ് ഒന്നും എഴുതാത്തതില്ലേ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ ഉദ്ദേശം അല്ലേ. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളോ അല്ലെങ്കിൽ രാജ്യം നന്നായിട്ട് കാണാൻ വേണ്ടി എൻ്റെ ഉദ്ദേശം സദുദ്ദേശമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ആരും തന്നെ മോശം കമൻസ് എഴുതാറില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ചിലരൊക്കെ എഴുതിയാലോ എന്ന് ഓർത്തായിട്ടാണ് ഞാൻ ഈ ഷാളും ഇതിൻ്റെ കൂടെ ഉള്ളതൊന്നുമല്ല, ഇതിൻ്റെ കൂടെ വെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടികളിൽ ആ ചിന്താഗതി വരുത്തണം. നമ്മുടെ സിവിലൈസേഷൻ പ്രിസർവ് ചെയ്യേണ്ടതിൽ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൽ നമ്മൾ എന്തുമാത്രം അഭിമാനിക്കണം. ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലം എന്ന് പറയുമ്പോൾ എല്ലാ സ്കൂളുകളിലും അസംബ്ലിക്ക് ആ ജനഗണമന ആ സോങ് അല്ലേ, അതൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് ആ ചെല്ലുമ്പോൾ നമുക്കൊക്കെ ആ രാജ്യസ്നേഹം അങ്ങ് വരുവാണ്. നമ്മൾ എല്ലാ ഇന്ത്യൻസും ഒന്നാണ്, സഹോദരന്മാരാണെന്നും ജയ 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 ഹേ എന്നങ്ങ് പാടുമ്പോൾ നമ്മൾ ആ സ്വാതന്ത്ര്യം ഒറ്റക്കെട്ടായിട്ട് സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ നമ്മളിലൊക്കെ അങ്ങ് ആ രോമാഞ്ചം വരികയാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിച്ചിരുന്ന കാലം അത് ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അന്നും നമ്മൾക്കൊക്കെ ആ ബ്രിട്ടീഷുകാരോടുള്ള ദേഷ്യവും ആ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് ആ രവീന്ദ്രനാഥ് ടാഗോർ കമ്പോസ് ചെയ്ത സോങ്ങാണ്. എനിക്കറിയില്ല എത്ര കുട്ടികൾക്ക് അതറിയാം. 1911 ആ ഫ്രീഡം മൂവ്മെന്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയ ആ സോങ്ങാണ് നമ്മളെയൊക്കെ ഒറ്റക്കെട്ടാക്കി നിർത്തിയ ആ സോങ്ങാണത്. അതൊന്നും ഇന്ന് കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ ആ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എത്ര നാള് മുഗളൻസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടല്ലേ. അപ്പോൾ ഹിന്ദുസും മുസ്ലിംസും ഒക്കെ ഭരിച്ചിരുന്ന സമയങ്ങളും അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമുക്കറിയാം. ആ മുഗളൻസ് ഭരിച്ചിരുന്നപ്പോഴാണ് താജ്മഹൽ ഷാജഹാൻ ഉണ്ടാക്കിയതല്ലേ. അതിന് ഒരുപാട് പഴക്കമൊന്നുമില്ല, 1000-400 വർഷത്തെ പഴക്കമൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കേണ്ടതാണ്. ആ റെഡ് ഫോർട്ടും അതൊക്കെ എത്ര ഫോറിനേഴ്സൊക്കെ വന്ന് കണ്ട എത്ര ഇതാണല്ലേ. അപ്പോൾ ഈ കുട്ടികളെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. ആ രാജ്യസ്നേഹം എല്ലാ സ്കൂളുകളിലും ആ ജനഗണമന നമ്മുടെ നാഷണൽ ആന്തം ചെല്ലേണ്ടത് തന്നെയാണ്. ആ കുട്ടികളിൽ ആ രാജ്യസ്നേഹം ഉയർത്തേണ്ടത് തന്നെയാണ് നമ്മുടെ ഫാമിലിയിലും. അല്ലാതെ ആരെങ്കിലും രാജ്യസ്നേഹം കാണിച്ചാൽ ഒട്ടന്ന ചാണകം വാരി എറിയുക അല്ലേ. അതുപോലെ എല്ലാ മുസ്ലിംസിനെ ഏതാണ്ട് പാകിസ്ഥാനികളായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ ജിഹാദികളെന്ന് വിളിക്കുക. അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്കൊക്കെ ഒരു മാറ്റം വരുത്തുക. എങ്കിലാണ് നമ്മുടെ രാജ്യം വിജയിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതൊരു കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിലുള്ളവർ അടികൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പേരൻസിനെതിരെ നിൽക്കുന്ന മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ അടികൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവില്ല. നമ്മുടെ ഹൈന്ദവ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അഭിമാനിക്കണം. നിങ്ങളിപ്പോൾ ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതിൽ അഭിമാനിക്കണം. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. എനിക്കറിയില്ല ഇന്ന് സ്കൂളുകളിൽ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ. ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഹാരപ്പോ അതുപോലെ തന്നെ മോഹൻജദാരോ
സിന്ധു വാലി സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ പഠിച്ച ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോ കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഹിന്ദു സിവിലൈസേഷൻ. അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വെസ്റ്റേൺ സിവിലൈസേഷനെ കുറിച്ചാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞോട്ടെ, ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ തുടങ്ങിയത് ഈ ഗ്രീസിലാണ് 2500 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ചെറുപ്പക്കാരിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് കേട്ടോ സുരേഷ് ഗോപി ജയിച്ചു മന്ത്രിയായി എന്നുള്ളതൊക്കെ അറിയുന്നത്. അത് കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ചാർജാണ് സുരേഷ് ഗോപി ഏൽപ്പിച്ചിട്ടുള്ളത് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിറയെ ആ ഗ്രീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളവും ഇതുപോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ മനോഹരമായ മലകൾ കൊണ്ടും വാലികൾ കൊണ്ടും കടൽ കൊണ്ടും ഒക്കെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം പോലെ തന്നെ ഗ്രീസും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ പോലെ തന്നെ യാതൊരു വ്യവസായങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലമാണത്. പക്ഷേ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ടൂറിസം കൊണ്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമാണ് അവർക്ക് നല്ല വെതറുള്ളൂ. അല്ലാത്ത സമയത്ത് കൊടും തണുപ്പായിരിക്കും, അല്ലെങ്കിൽ കൊടും ചൂടായിരിക്കും. അപ്പോൾ അവർ ഈ 4-5 മാസങ്ങൾ കൊണ്ട് ഈ ടൂറിസ്റ്റുകളിൽ നിന്ന് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ആ വർഷം ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പിന്നെ അവരുടെ അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുമാനമാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം പോലെ എന്താ ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമൊന്നും അല്ല. അവിടെ കാണുന്നത് നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഒലീവ് ട്രീസ് ആണ് കാണാനുള്ളത്. പക്ഷെ അതുകൊണ്ട് വെച്ചാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ആവശ്യമുള്ള ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുന്നത് അവിടെയാണ്. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള അവരുടെ ആഹാര സാധനങ്ങളെല്ലാം തന്നെ അവിടെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലും അപ്പോൾ ഈ ടൂറിസമാണ് സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇത് തന്നെയാണ് ചിന്തിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും മനോഹരമായ കേരളം, ഇത്രയും 10,000 വർഷം പഴക്കമുള്ള നമ്മുടെ സംസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ കേരളം മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇത്രയും മനോഹരമല്ല ടൂറിസ്റ്റുകൾക്ക് വരാൻ. കാശ്മീർ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളൊന്നും കേരളം പോലെ മനോഹരമല്ല. നമ്മളെപ്പോഴും ഗാഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട് നശിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം എന്ന് മാത്രമല്ല, അതുമാത്രം കലാപരമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അല്ലേ. ഓട്ടംതുള്ളല്, കഥകളി, മോഹിനിയാട്ടം, വള്ളംകളി, ചാക്യാർ കൂത്ത്, ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ. കളരിപ്പയറ്റ്, അതുപോലെ തന്നെ ആയുർവേദ ചികിത്സകള്, മസാജ്, മെഡിറ്റേഷന്, യോഗയൊക്കെ നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരത്തിൽ ഉള്ളതാണെന്ന് നിങ്ങൾ മറക്കല്ലേ. ഇന്ന് ഫോറിനേഴ്സ് അതൊക്കെ പഠിച്ചെടുക്കാൻ നോക്കുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളുടെ ടൂറിസം വികസിപ്പിച്ചെടുക്കണം. എങ്കിലാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ നാട് മനോഹരമാക്കും, മറ്റുള്ള രാജ്യക്കാരെ നമ്മുടെ നാട്ടിലേക്ക് അട്രാക്ട് ചെയ്യും എന്ന് മാത്രമല്ല, അതായിരിക്കണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം. അത് മോദി മനസ്സിൽ കണ്ടു. എന്താന്ന് വെച്ചാൽ മോദിക്കറിയാം ഇനി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വ്യവസായങ്ങളും കൊടി പിടിച്ചടപ്പിച്ചു. ഇനി ആരും തന്നെ നമ്മുടെ കേരളത്തിൽ വന്ന് ഒരു പുതിയ വ്യവസായം തുടങ്ങാനായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് മോദിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ സ്ഥലം ഒരു ടൂറിസ്റ്റം കേന്ദ്രമാക്കി എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമാണ്. അതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി ആയതുകൊണ്ട്. എന്താണെന്ന് വെച്ചാൽ പുള്ളി കലാപരമായിട്ടും കണക്ഷനുള്ള ആളാണ് അല്ലേ. ഈ കല വെച്ച് വേണം നമ്മുടെ നാടിൻ്റെ ആ മനോഹരിതയും ഏൻഷ്യൻ സിവിലൈസേഷനും അതുപോലെ തന്നെ ആ കലയും കൂട്ടിയിണക്കി. ഇപ്പം നമ്മൾ ചെല്ലുന്ന ഈ സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് നല്ല റോഡുകൾ ആവശ്യമാണ്. ചിലപ്പോൾ 2 എക്സ്ട്രാ എയർപോർട്ടുകൾ കൂടി പണിയേണ്ടതായിട്ട് വരും നമ്മുടെ നാട്ടിൽ അല്ലേ. അപ്പം എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? നമ്മുടെ റോഡ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി മോദി നേരിട്ട് നന്നാക്കണം. അല്ലാതെ ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ സ്റ്റേറ്റിന്റെ കയ്യിൽ പൈസ കൊടുത്ത് റോഡ് ശരിയാക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. നമുക്കറിയാം അതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിൽ പോകും. നമ്മുടെ നാട് നന്നാവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സുരേഷ് ഗോപി 5 പൈസ ഇതിൽ നിന്നൊന്നും എടുക്കില്ലാത്ത ഒരു വ്യക്തിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ നേരിട്ടങ്ങ് റോഡാക്കി മാറ്റിയാൽ മതി അല്ലേ. അതിന് നമുക്ക് കേന്ദ്രത്തിൽ ഇന്ന് ആരാണ്
നിതിൻ കൽക്കരി എന്നുള്ള വ്യക്തി അല്ലേ, അമിത്ഷയുടെ തൊട്ട താഴെയുള്ള ആളാണ്. പുള്ളിയാണ് ഈ റോഡുകളൊക്കെ ഒരു ദിവസം കൊണ്ട് എത്രയോ കിലോമീറ്റർ റോഡുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയാണ് ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൽ മാറ്റണം. ഈ ടൂറിസ്റ്റുകൾക്ക് റോഡുകൾ വളരെ ആവശ്യമായിട്ടുള്ള, അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. എക്സ്ട്രാ എയർപോർട്ട് ഉണ്ടാക്കുക, നല്ല റോഡുകൾ. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ ആവശ്യമായിട്ട് വരും. ടൂറിസ്റ്റ് ബസ്സുകൾ വരുമ്പോൾ എന്തുമാത്രം ഡ്രൈവേഴ്സിനെയാണ് ആവശ്യം. അതുപോലെ തന്നെ ടൂർ ഗൈഡുകൾ ആവശ്യമാണ്, ടൂർ ഡയറക്ടേഴ്സ് ആവശ്യമാണ്. എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ജോലിയായി. ഈ ബസ്സിൽ മാത്രം പോരാൻ ടൂർ ഗൈഡ്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുവാണ്, മൂന്നാറിൽ ചെന്ന് ഇറങ്ങുവാണെങ്കിൽ അവിടുത്തെ എന്താണ് ടീ പ്ലാന്റേഷനെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ കൊണ്ടു നടക്കാൻ വേറെ ടൂർ ഗൈഡ് ആവശ്യമാണ്. എപ്പോൾ എത്രയോ ടൂർ ഗൈഡുകൾ ആവശ്യമായിട്ട് വരുന്നു, എത്രയോ ഹോട്ടലുകൾ ആവശ്യമായിട്ട് വരുന്നു. ഇത്രയും ടൂറിസ്റ്റ് അങ്ങ് വന്നു കഴിയുമ്പോഴേക്കും എത്രയോ റെസ്റ്റോറൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നു. അവിടെയൊക്കെ എന്തുമാത്രം ജോലി സാധ്യതകളാണ്, എന്തുമാത്രം ടാക്സികൾ ഓടേണ്ടതായിട്ട് വരുന്നു. മറ്റുള്ള രാജ്യക്കാർ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഗ്രീസിൽ പോയിട്ട് എന്തുമാത്രം ഒലിവ് ഓയിലാണ് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രസന്റേഷൻ എന്താന്ന് വെച്ചാൽ അവരങ്ങനെയാണ് നമ്മളെ പറഞ്ഞു ധരിപ്പിക്കുന്നത്. ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ല പ്യുവറായിട്ടാണ് ഉള്ളതാണ്, അത് നമ്മുടെ ദേഹത്ത് വരട്ടിയാൽ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും, നമ്മുടെ ഫുഡ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച്. അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണ്. ഇതിലും നല്ല ഇനി ഒലിവ് ഓയിൽ ഇനി കിട്ടില്ലെന്ന് ഓർത്ത് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇതുപോലെ തന്നെ വിൽക്കാം. നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ മായം ചേർത്ത കോക്കനട്ട് ഓയിലാണെന്ന്. അപ്പോൾ അതിലൊക്കെയാണ് ഗവൺമെൻറ് മാറ്റം വരുത്തേണ്ടത്. ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ മായം ചേർക്കാത്ത സാധനങ്ങൾ അവർക്ക് കൊടുക്കുക, അവർക്ക് വേണ്ട സേഫ്റ്റി കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ അല്ലേ, അതുപോലെ യാത്ര ചെയ്യാനുള്ള നല്ല റോഡുകൾ, അങ്ങനെയുള്ളതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യർ നടത്തിക്കോളും ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ. നമ്മുടെ ഇന്ത്യയിലെ മസാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ മസാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല മസാജുമാണ്. നല്ല കല്ഞ്ഞന്തരം കുഴമ്പൊക്കെ ഇട്ടല്ലേ ഞാനും നാട്ടിൽ വരുമ്പോൾ മസാജിനൊക്കെ പോവാറുണ്ട്. അതൊക്കെ ഈ ഫോറിനേഴ്സ് എന്തുമാത്രം ഇഷ്ടപ്പെടും. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കുറേ ചെറുപ്പക്കാരെ ഈ മസാജ് പഠിപ്പിക്കാനായിട്ട് അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ജീവിച്ചു പോവാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പുറം നാട്ടുകാർ. ഇപ്പം നിങ്ങൾക്കറിയാം ജെറുസലേമിലൊക്കെ എന്തോരം മലയാളീസാണ് പോകുന്നത്. എന്തുമാത്രം കൊന്തയാണ്, കൊന്ത വിറ്റ് തന്നെ അവരെന്ത് പൈസയാണ് സമ്പാദിക്കുന്നത് അല്ലേ. ഇപ്പൊ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ നമ്മളിപ്പോ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അവരൊരു 7 ദിവസത്തേക്കാണ് നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ലഞ്ചങ്ങ് ഈ ഓണസദ്യ ആക്കുക. ഈ ഓണസദ്യയിലൊക്കെയുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കങ്ങ് 3-4 തരം പായസം കൂട്ടി വാഴയിലങ്ങ് കൊടുക്കുക. അത്രയ്ക്കും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അവരെന്ത് ഹാപ്പി ആയിരിക്കും അല്ലേ. നമ്മളൊരു 10,000 ചാർജ് ചെയ്താൽ ഇപ്പോൾ ഡോളറും കൊണ്ട് വരുന്ന ഒരു പ്രാവശ്യം ടൂർ പോകുമ്പോൾ ഇവരൊക്കെ 10-50 ലക്ഷം മുടക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു 5,000 കൊടുത്ത് ഒരു ലഞ്ച് കഴിക്കുന്നതൊന്നും വലിയ ഡീലല്ല. പക്ഷേ അത് ഡിലീഷ്യസ് ആയിരിക്കണം. അവർക്ക് ആ വാഴയിലൊക്കെ കൊടുക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ബിസിനസ് അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ ഈ വാഴയിലിൽ കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീകളെല്ലാം സെറ്റ് സാരി ഉടുത്തിരിക്കണം, അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ജുബ ധരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഈ സെറ്റ് സാരികൾ ആയിരക്കണക്കിന് നമുക്ക് വിൽക്കാം. കൈത്തറി സാധനങ്ങൾ വിൽക്കാം അല്ലേ. നമ്മൾ രാത്രിയായി കഴിയുമ്പോൾ ഒരു കളരിപ്പായിട്ട് അങ്ങ് നല്ല ഷോ അങ്ങ് കാണിക്കുക. ഈ ഫോറിനേഴ്സിന് എത്ര ഇഷ്ടമാവും. അവര് ആ ഷോ കണ്ടിറങ്ങുമ്പോൾ ഈ കളരിപ്പയറ്റിന്റെ പരിചയം വാളും ഒക്കെ അവരുടെ വാളിൽ കൊണ്ടുപോയി തൂക്കാനായിട്ട് നമുക്ക് വിൽക്കാം എന്നുള്ളതാണ്. അതിന്റെ കുഞ്ഞതായിട്ടുള്ളതോ വലുതായിട്ടുള്ളതോ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ. അങ്ങനെയൊക്കെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ആൻറ്റി അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ഒലീവ്, അവർക്ക് ഈ ഗ്രീസിലെ ഒലീവ് ട്രീസ് ഉള്ളല്ലോ. അപ്പോൾ എല്ലാത്തിലും ഈ ഒലീവ് ലീവ്സ് അവരുടെ ജ്വല്ലറിയിലാണെങ്കിലും എല്ലാത്തിലും തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഹെഡ് പീസാണ്. അവർ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അവരുടെ എല്ലാ വിശേഷങ്ങൾക്കൊക്കെ ഇതിന് സ്റ്റെഫാനിന്നോ മറ്റോ ആണ് പറയുന്നത്. ഇത് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകളൊക്കെ നല്ല സുന്ദരി പെണ്ണുങ്ങൾ വെച്ചേക്കുന്നത് കാണുമ്പോൾ നമുക്കും വേണമെന്നൊരാഗ്രഹം, നമ്മൾ വാങ്ങും. എനിക്കിപ്പോൾ ഇത് ഞാൻ വെയർ ചെയ്യോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ വാങ്ങിക്കൊണ്ട് വന്നെന്നുള്ളതാണ്. പിന്നെ ആൻറ്റി വാങ്ങിയതാണ്. അത് അത്തീന, ഈ ഒരു ഗ്രീക്ക് ഗാഡാണ് അത്തീന, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിൽ പിക്ചറുണ്ട്. അപ്പം ഞാൻ വാങ്ങേണ്ട കാര്യം എന്താ അല്ലേ. അത്തീന ഞാൻ വിശ്വസിക്കുന്നതല്ലോ ഗാഡാണോ അല്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ മനുഷ്യ വാങ്ങിക്കൊണ്ട് പോകും എന്നൊരു എക്സാമ്പിൾ ആൻറ്റി കാണിച്ചു തന്നാണ്. അതാണ് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്.
നമ്മുടെ അത്രയും നല്ലൊരു റിച്ച് ആയിട്ടുള്ള സിവിലൈസേഷൻ ഒന്നും അല്ല അവർക്കുള്ളത്. പക്ഷെ അതിൽ അവരത്രയ്ക്കും പ്രൗഡാണെന്നുള്ളതാണ്. അപ്പം എനിക്ക് ഈ ചെറുപ്പക്കാരെ അത് അറിയിക്കുക, നിങ്ങൾ എന്തുമാത്രം അതിൽ പ്രൗഡ് ആവണം, അതിൽ നിന്ന് എന്തുമാത്രം ജോലി സാധ്യത നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുന്നു. മോദി ഇത് പണ്ടേ നടപ്പാക്കാനിരുന്നതാണ്. ആരുടെ കാലത്താണ്? അൽഫോൻസ് കണ്ണന്താനത്തിന്റെ കാലത്ത് മോദി ഈ ടൂറിസം നമ്മുടെ നാട്ടിൽ തുടങ്ങിയതാണ്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ സമ്മതിക്കില്ല. അപ്പോഴേ കൊടി പിടിക്കാനായിട്ട് കുറെ പ്രകൃതി സ്നേഹികളെ ഇറക്കുകയായി, അതിനൊക്കെ തടസ്സം സൃഷ്ടിക്കുകയായി. അങ്ങനെയല്ലേ നമ്മുടെ വ്യവസായങ്ങളെല്ലാം അടപ്പിച്ചത്. അപ്പോൾ ഈ കൊടി പിടിക്കുന്നവർ അറിയുന്നില്ല നമ്മുടെ കഞ്ഞിയിൽ പാറ്റയടിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുകയാണെന്ന്. എങ്കിലും നമ്മൾ അത് ചിന്തിച്ചിട്ട് വേണം. നമ്മൾ ഓരോ കാര്യത്തിന് ഈ കൊടി പിടിക്കുമ്പോഴും ഇതിനൊക്കെ എതിര് നിൽക്കുമ്പോഴും ഈ രാഷ്ട്രീയക്കാർ നിങ്ങളെ കൊണ്ട് അവർക്ക് വിജയിക്കാനായിട്ട്, അവർക്ക് വോട്ട് കിട്ടി അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് നിങ്ങളെ ഓരോ മതസ്ഥരെയും തമ്മിൽ അടികൂടിക്കുന്നതാണെന്നും, അതുപോലെ എന്ത് പദ്ധതി കൊണ്ടെന്നാലും അതിന് തടയുന്നത് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ യങ് ജനറേഷനിലുള്ള കുട്ടികൾ അറിയാൻ വേണ്ടിയാണ് ആൻറ്റി ഈ വീഡിയോസൊക്കെ ഇടുന്നത്. നമ്മൾക്ക് എന്തെല്ലാം വികസിച്ച് കേരളം ഒരു ഗാഡ്സ് ഓൺ കൺട്രി തന്നെയാക്കി എടുക്കാൻ എന്തുമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഒരു അറിവ് പകരാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആവും ഈ വീഡിയോ അല്ലേ. പിന്നെ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഡേ 1 കാണിക്കുവാണെന്നുണ്ടെങ്കിലും പിന്നെ അടുത്ത ഒരു 20 മിനിറ്റ്സോടെ ആവും. അപ്പൊ അത്രയും ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ക്ലാരിറ്റി കുറയും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഞാൻ ഡേ 1 വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി താമസിയാതെ തന്നെ ഞാൻ ഇടും. എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ മറന്നു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ മിക്കവാറും സാറ്റർഡേയ്സിലായിരിക്കും. നിങ്ങൾ സാറ്റർഡേ രാവിലെ എണീക്കുമ്പോൾ ഈ വീഡിയോ കാണും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്യണം, നിങ്ങളുടെ മക്കളെ കാണിച്ചു കൊടുക്കുകയും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഞാനിടുന്ന പല വീഡിയോസും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഈ ഫേസ്ബുക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് കമൻസൊക്കെ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബൈ നൗ.